തുറക്കാനുള്ള സമയമായോ എന്നറിയാൻ മലപ്പുറത്തെ വാഴക്കാടുകാർ ഉച്ചത്തിലുള്ള ആ ശബ്ദത്തിനായി കാതുകൂർപ്പിച്ചിരിക്കും. വലിയ ജുമാഅത്ത് പള്ളിയിലെ കതിന പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കാൻ. കാലം ഏറെ മാറിയെങ്കിലും സാങ്കേതിക വിദ്യകൾ ഏറെയുണ്ടെങ്കിലും വർഷങ്ങൾക്ക് മുമ്പുള്ള ശീലം ഇന്നും ഈ നാട് പിന്തുടരുന്നു. അത്താഴത്തിന് മുൻപ് പുലർച്ചെ വാങ്ക് വിളിക്കുമ്പോഴും നോമ്പ് തുറക്കും മുമ്പ് മഗ്രിബ് വാങ്ക് വിളിക്കുമ്പോഴും കതിനവെടി പൊട്ടിച്ചായിരുന്നു പ്രദേശവാസികൾ പണ്ട് കാലത്ത് അറിഞ്ഞിരുന്നത്. അന്ന് പള്ളികൾ കുറവായിരുന്നു. അതുകൊണ്ടുതന്നെ കതിനവെടി കേൾക്കാനായി വിശ്വാസികൾ കാത്തിരിക്കും. കാലം ഏറെ മാറിയെങ്കിലും ഈ ആചാരം ഇപ്പോഴും തുടരുകയാണ് വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിൽ. നമ്മുടെ നാട്ടിൽ തന്നെ വെച്ചാൽ പല പള്ളിയിലും പല സമയങ്ങളിലാണ് ബാങ്ക്. അപ്പോൾ വാഴക്കാട് വലിയ പള്ളിയിൽ എന്താ വെച്ചാൽ 2 സെക്കൻഡ് മുന്നിലാണ് വെടിവെട്ടല്, ബാങ്ക് കൊടുക്കല്, നോമ്പിന് മാത്രം. എന്താ വെച്ചാൽ ഈ നോമ്പ് നഷ്ടപ്പെട്ടു പോകണ്ടെന്നുള്ളൊരു ഉദ്ദേശം നമ്മളെ വലിയ ഉസ്താദ് കാലി പിന്നെ കണ്ണിയത്ത് ഉസ്താദുള്ള കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. പല ആളുകളും പല ബാങ്കിലും ആയതുകൊണ്ട് ചിലവർക്ക് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ വെടി കാത്തിക്കുന്ന ആളുകൾ പലരുണ്ട്. എത്രമാത്രം കതിനയിൽ കളിമൺ അടിച്ചു നിറയ്ക്കുന്നുവോ അത്രയും ശബ്ദവും കൂടും. ചുരുങ്ങിയത് 100 തവണയെങ്കിലും ഒരു കതിനയിൽ കളിമൺ അടിച്ചു നിറയ്ക്കും. 8 കിലോമീറ്റർ ചുറ്റളവിൽ വെടിയൊച്ച കേൾക്കാം. ഇവിടെ ഒരു വലിയ മഹാൻ ജീവിച്ചിരുന്നു, മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ ചര്യ തുടരുകയും ഇന്നും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിസര ഭാഗത്തുള്ള ആളുകൾ അവരൊന്നും ആ നാടുകളിലുള്ള പള്ളിയിലെ ബാങ്കിനെ പ്രതീക്ഷിക്കുന്ന അപ്പുറം വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിൽ നിന്ന് ഈ പൊട്ടുന്ന വെടിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരൊക്കെ നോമ്പ് തുറക്കാറുള്ളത്. ഇപ്പോഴും 41 വർഷമായി വാഴക്കാട് സ്വദേശി MC അബ്ദുള്ളയാണ് പള്ളിയിൽ കതിനവെടി പൊട്ടിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.